സമുദ്രനിരപ്പിൽ നിന്നും 5000-ഓളം അടി ഉയരത്തിലാണ് ചക്കമല പ്രദേശം. കൊല്ലം ജില്ലയിലെ അതിർത്തി ഗ്രാമമായ ചക്കമല പ്രദേശത്ത് പോപ്സൺ ഗ്രൂപ്പിന്റെ എംസാൻഡ് യൂണിറ്റ് അടക്കം ഇന്ന് പ്രവർത്തിക്കുന്നത് 1 ഡസനോളം ക്വാറികൾ. ഇതുകൂടാതെയാണ് പുതിയ 8 ക്വാറികൾക്ക് കൂടി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. 5000 ഹെക്ടർ ഭൂമിയാണ് ചക്കമല പ്രദേശം. ഇതിൽ 2300ഓളം ഹെക്ടർ ഭൂമിക്ക് മാത്രമേ പട്ടയവും പ്രമാണമുള്ളൂ. ബാക്കി പാറത്തരിശാണ്. പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതിനാൽ കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് കൂടുതൽ ക്വാറികൾ പ്രവർത്തനത്തിനൊരുങ്ങുന്നത്. കമ്മീഷനെ വെച്ച് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് ബഹുമാനപ്പെട്ട കോടതികൾ പോലും ഇതിനെല്ലാം അനുവാദം കൊടുക്കുന്നത്. 100 കണക്കിന് വീടുകളാണ് നിർദ്ദിഷ്ട ക്വാറികളുടെ താഴ്വാരത്തുള്ളത്. നിലവിലെ പാറഖനനവും ടിപ്പറുകൾ കടന്നുപോകുമ്പോഴുള്ള പൊടിയും കാരണം ഇപ്പോൾ തന്നെ മേഖലയിൽ രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ള ഒരേ ഒരു തോട് ഉത്ഭവിക്കുന്നത് ഈ ചക്കമല കുന്നിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളും ക്യാൻസർ രോഗികളും ഉള്ളത് പാങ്ങോട് പഞ്ചായത്തിലാണ്. പ്രതിഷേധങ്ങളെ നേരിടാൻ സ്ഥലത്ത് ഗുണ്ടാ സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ദുർബല മേഖലയായ ചക്കമല കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയത് മാഫിയകളുടെ ഗൂഢാലോചന മൂലമാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ചക്കമല പ്രദേശത്ത് നിലവിൽ 8ഓളം ക്വാറികൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 5000-ഓളം അടി ഉയരമുള്ള ഈ പ്രദേശത്ത് ക്വാറി മാഫിയക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ക്യാമറാമാൻ നിതിൻ ഗോപിക്കൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം.